ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫ്രൂട്ട് കസ്റ്റാർഡാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 1/2 ലിറ്റർ പാല് ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. തീ കുറച്ച് തന്നെ വെക്കണം, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. പാല് കരിയും. ചിലപ്പോൾ നമ്മൾ കസ്റ്റാർഡ് മിക്സ് ചേർത്തുമ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട്. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്താം. ഓരോരുത്തർക്ക് എനിക്കധികം മധുരം ഇഷ്ടമല്ല, നല്ല കുത്തൽ മധുരം ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരുപാട് മധുരം ചേർക്കാറില്ല. പിന്നെ നമുക്കൊരു 1/2 ഗ്ലാസ് പാലിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യുക, കട്ട കെട്ടാതെ. അതുകൂടെ കണ്ടോ, എൻ്റെ 2 കൈയും ബിസിയാണ്. എന്തായാലേ ഞാൻ പ്രോ. അപ്പോൾ അത് മിക്സായി വരട്ടെ. പാല് തിളച്ചു കണ്ടോ, പാല് കുറച്ച് വേകണം, കുറച്ച് സമയം ഇരുന്നിട്ട് വേകണം. എന്നിട്ട് നമുക്ക് ഈ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ ചുമ മാറിയിട്ടില്ല, ചുമയല്ല, ഭയങ്കര ജലദോഷം. ഇതൊന്നും വകവയ്ക്കാതെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, എന്താ ചെയ്യുക. അപ്പോൾ നമ്മുടെ മിക്സ് കണ്ടോ, കുറുകി വരുന്നത് നല്ല മണം കേട്ടോ ഈ കസ്റ്റാർഡിൻ്റെ. പിന്നെ ഞാനൊരു സത്യം പറയട്ടെ, ആദ്യമായിട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ ഈ സംഭവം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടല്ലോ പറയാൻ. എൻ്റെ അടുത്ത് അധികം ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഉള്ളത് വെച്ച് ഓണം പോലെ. എൻ്റെ കയ്യിൽ ഗ്രീൻ ആപ്പിളും റെഡ് ആപ്പിളും നേന്ത്രപ്പഴവും പിന്നെ പച്ചമുന്തിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് ആർഭാടത്തിന് അലങ്കാരത്തിനും എന്ത് ചേർത്ത് കൊടുത്തു, ബദാമും കൂടെ ചേർത്ത് കൊടുത്തു. ബദാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട്, കുറച്ച് ബദാം ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് കൊടുത്തു. അപ്പോൾ അത് ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി സെറ്റ് ചെയ്തേ ഉള്ളൂ. കഴിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ടേസ്റ്റ് ചെയ്തപ്പോൾ ഓക്കെ, ടേസ്റ്റ് ഉണ്ട്. പക്ഷെ തണുത്താലാണ് ഒന്നുകൂടെ നല്ല രുചി ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ എപ്പോഴും നമ്മുടെ മിൽമ പാൽ തന്നെ വാങ്ങി യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ക്വാളിറ്റിയിൽ മിൽമയെ വെല്ലാൻ വേറെ പാലില്ല, അതുകൊണ്ടാണ് കേട്ടോ. കേരളത്തിൽ പുറത്തുണ്ടോയെന്ന് എനിക്കറിയില്ല, കാരണം നമ്മൾ ആ പാൽ ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇതിൽ ഞാൻ ചിയാ സീഡും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പൊമഗ്രാനൈറ്റ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ഭംഗിയായേനെ. കുറച്ച് തേനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതെൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, വാങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷേ പറളി പോയപ്പോൾ ഞാൻ മറന്നുപോയി. ഭയങ്കര വെയിലായിരുന്നു, പൊള്ളുന്ന വെയിൽ. അപ്പോൾ ഇത് വേനൽക്കാലത്തൊക്കെ അടിപൊളി എന്താ പറയുക സംഭവമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ.